നമസ്തേ. ലോകത്തെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന പ്രൊഫഷനുകളിലൊന്ന് ആരോഗ്യരംഗമാണെന്നും ആരോഗ്യരംഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സിസ്റ്റമാണെന്നും അതിൽ പ്രധാനം യോഗയാണെന്നും നമുക്കറിയാമല്ലോ. കാരണം ഈ ലോക യോഗാ ദിനമായി ജൂൺ 21 കറക്റ്റ് 6 മാസം കഴിഞ്ഞാൽ ഡിസംബർ 21 ലോക ധ്യാന ദിനമായും ആഘോഷിച്ചു തുടങ്ങിയതിൽ പിന്നെ യോഗയെക്കുറിച്ച് അറിയാത്ത ആരുമില്ല. ആശുപത്രികളിൽ പോലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അസുഖ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് 2 ദിവസമോ 3 ദിവസമോ യോഗ പരിശീലിപ്പിക്കുന്ന വികസിത രാജ്യങ്ങളിൽ എന്നേ തുടങ്ങിയതാണ്. യോഗയുടെ മാതൃഭൂമിയായ ഇന്ത്യയിൽ വളരെ അടുത്താണ് ഇത്തരം യോഗ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതെന്നത് വൈരുദ്ധ്യവുമാണ്. യോഗ എന്തുകൊണ്ട് തൊഴിൽ മേഖലയായി ഏറ്റവും കൂടുതൽ വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മാതൃകയാണ്. 3H പ്രിൻസിപ്പിളാണ് യോഗ നിൽക്കുന്നത്. ഹാപ്പി മൈൻഡ്, ഹെൽത്തി ബോഡി, ഹാർമോണിയസ് ഇൻ്ററാക്ഷൻസ്, ഇടപെടലുകളുടെ മാധുര്യം. 3H ഉണ്ടായിരിക്കുമ്പോൾ നാം മാതൃകയാണ്. ലോകത്തിന് അധ്യാപകരെ അല്ല ഇന്ന് ആവശ്യം, മാതൃകകളെയാണ്. അല്ലാതെ പറച്ചിൽ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് യോഗ ഒരാളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. സോ ഇൻ്റർനെറ്റിൻ്റെ ഈ യുഗത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് യോഗ പഠിക്കാൻ എത്രയോ അവസരങ്ങൾ ലഭ്യമാണ്. അതും പ്രീ റെക്കോർഡ് വീഡിയോകളല്ല, ലൈവായി കണ്ടുകൊണ്ട് ആർക്കും എപ്പോഴും സാധ്യമാണ്. നമ്മുടെ സ്പേസിൽ, നമ്മുടെ ടൈമിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളായാലും ചെറിയ യൂണിറ്റുകളായാലും ട്രെയിൻഡ് യോഗാധ്യാപകരെ കിട്ടാനില്ല എന്ന് പരാതി. കാരണം നമ്മുടെ ഹിമാലയൻ ട്രഡീഷനിൽ യോഗ വിശദമായിട്ട് പഠിക്കുമ്പോൾ, അല്ലാതെ ഒരു ഫിസിക്കൽ എക്സസൈസോ മാർഷൽ ആർട്സോ ആയി മാത്രം കാണാതെ യോഗയുടെ സൈദ്ധാന്തികമായ വേരുകളോട് കൂടിയ തെറാപ്യൂട്ടിക് അപ്രോച്ചോട് കൂടിയ പരിശീലനങ്ങളുടെ യോഗാധ്യാപകരായി നിങ്ങൾ മാറുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു ലോകമാണ്. ഒരു ഉദാഹരണം പറയാം. കാൽമുട്ട് വേദന ഇന്ന് വളരെ സാധാരണയായിരിക്കുന്നു. പ്രധാന കാരണം കാൽമുട്ട് നമ്മൾ നിവർത്തുന്നേ ഇല്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യുന്ന 3 വ്യായാമങ്ങൾ മാത്രം ശ്രദ്ധിച്ചു നോക്കാം. ഓഫീസിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ, ഒന്ന് നീ റൊട്ടേഷൻ. നമ്മൾ കാല് നീട്ടിയിരുന്നുകൊണ്ട് ഈ കാൽമുട്ട് താടിയെല്ലിൽ മുട്ടിച്ചുകൊണ്ട് മുട്ടിന് താഴെയുള്ള ഭാഗത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സർക്കുലാർ മൂവ്മെൻറ്റ് 10 വട്ടം ക്ലോക്ക് വൈസും എതിർദിശ 10 വട്ടം വരയ്ക്കുന്നു. ഇത് കൈ ഉപയോഗിക്കാതെയും ചെയ്യാം. അതുപോലെ മറുവശവും ആവർത്തിക്കുന്നു. ക്ലോക്ക് വൈസ് 10 വട്ടം, ആൻറ്റി ക്ലോക്ക് വൈസ് 10 വട്ടം. രണ്ടാമത് ശ്വാസം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉപ്പൂറ്റി ബട്ടക്സിന് മുട്ടിക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് കാൽ നീട്ടുന്നു. ഇവിടെ കാൽമുട്ടിൻ്റെ പിറകിൽ വ്യക്തമായ ഓപ്പണിങ് കിട്ടിയാൽ തന്നെ ഒരുവിധമുള്ള എല്ലാ മുട്ടുവേദനകളും മാറും. കാരണം എനർജിയുടെ സപ്ലൈ തടസ്സപ്പെടുന്നിടത്തെല്ലാം ശരീരം വേദനാ രൂപത്തിലാണ് അറിയിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. മൂന്നാമത്തേത് ഹിപ്പ് ലിഫ്റ്റിംഗ് ആണ്. ശ്വാസം എടുത്തുകൊണ്ട് ഹിപ്പ് പരമാവധി ഉയർത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഹിപ്പ് പരമാവധി ഉയർത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരുന്നു. ഇത് ഓഫീസ് ജോബ് ഒരുപാട് നേരം മണിക്കൂർ ഇരിക്കുന്നവർക്ക് ഈ 3 ചെയ്യുമ്പോൾ തന്നെ കാൽമുട്ട് വേദന കാര്യമായ കുറവുണ്ടാകും. അതുപോലെ തന്നെ ഹിപ്പ് കുറേ കൂടി നമ്മുടെ കൺട്രോളിലായി മാറും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. സ്പോഞ്ച് കുഷനുകളിലും സോഫയിലും ഒരുപാട് മണിക്കൂർ ഇരിക്കുന്നവർക്ക് 2 നേരം ടോയ്ലറ്റിൽ പോവുക എന്നുള്ള ബേസിക്കായ കാര്യം സാധിക്കുന്നില്ല. പലപ്പോഴും ഒരു നേരം മാത്രമാവുന്നു. അത് അടിവയറിലെ സമ്മർദ്ദം കൂട്ടുന്നു. ഹെർണിയ, കുടലിറക്കത്തിൻ്റെ പ്രധാന കാരണം നേരാവണ്ണം ടോയ്ലറ്റിൽ പോകുന്നില്ല എന്നാണ്. അതിന് നമുക്ക് കുക്കുടാസന എന്ന് പറയുന്ന കാൽ വിരലിൽ നിന്നുകൊണ്ട് കയ്യിലേക്ക് നോക്കി നിൽക്കുന്ന 30 സെക്കൻഡ് ഡീപ്പ് ബ്രീത്തിങ്, അനങ്ങാതെ നിൽക്കുന്ന കുക്കുടാസന പരിശീലനം മലബന്ധത്തിന് സൊല്യൂഷനാണ്. അതുപോലെ എപ്പോഴും കാല് പരത്തിയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുള്ളതുകൊണ്ട് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും സ്ത്രീകളുടെ യൂട്രസ് നേരത്തെ താഴേക്ക് ഇറങ്ങുന്ന പ്രവണത അത് ഒഴിവാക്കാൻ നമുക്ക് വീരാസന, ഹീറോ പോസ്, ഇത് കുറേ ഹെൽപ്ഫുള്ളാണ്. 2 കാൽമുട്ടും കറക്റ്റ് മേൽക്ക് മേലെ വരും, കാലിൽ പെരുവിരൽ പിടിക്കും, നിവർന്നിരിക്കും. 1/2 മിനിറ്റ് ഒരു സൈഡ് ചെയ്യുന്നു, അതുപോലെ മറുവശവും ചെയ്യുന്നു. വീരാസനം, ഹീറോ പോസ്. അങ്ങനെ ഒരുപാട് യോഗാസനങ്ങളിലൂടെയും ക്രിയകളിലൂടെയും ബന്ധങ്ങളിലൂടെയും പ്രാണായാമങ്ങളും സ്ട്രെസ് മാനേജ്മെൻറ്റിലൂടെയൊക്കെ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ഓഫീസുകളിലേക്കും നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്കും യോഗ ഇന്ന് ലഭ്യമാണ്. ഇന്ത്യയിലെ തന്നെ എത്രയോ യോഗ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ലഭ്യമാണ്. യോഗ തെറാപ്പി റിസർച്ച് സബ്ജക്റ്റാണ്. എത്രമാത്രം ശാസ്ത്രീയമാണ്, പ്രായോഗികമാണ് യോഗ എന്ന തെളിവാണ്
ഡോക്ടർമാർ ഇപ്പോൾ യോഗ ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. യോഗ അന്ധവിശ്വാസമല്ല, ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് യോഗ ജീവിതത്തേക്ക് പകർത്തുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് ആശുപത്രിയിലേക്ക് പോകുന്ന പണവും സമയവും ലാഭിക്കൽ മാത്രമല്ല, ജീവിതത്തെ ആനന്ദത്തോടെ ആസ്വദിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കൂടിയാണ്. നമസ്തേ.